ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. റമദാൻ കരീം. ഇന്ന് ഒരു സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു ചിക്കൻ റാപ്പ് ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിനാദ്യം നമുക്കൊരു ബ്രെഡ് വേണം, ഫ്ലാറ്റ് ബ്രെഡ്. അതിൻ്റെ മേലയിലാണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് റാപ്പ് ചെയ്യുന്നത്. ഇപ്പം ഞാനിത് റാപ്പ് ചെയ്ത് മാത്രമാണ് കാണിക്കുന്നത്. ബാക്കി ഫില്ലിങ്സൊക്കെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് ടൊർട്ടിയ ബ്രെഡാണ്. ഇത് സ്പാനിഷ് ക്യുസീനിൽ വരുന്ന ബ്രെഡാണ്. അപ്പോൾ നമുക്ക് പാക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് കാണാൻ പറ്റും TORTILLA എന്നാണ്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ടൊർട്ടില്ല എന്നാണ് പറയുക, പക്ഷേ അതിൻ്റെ റിയൽ പ്രൊനൗൺസിയേഷൻ ടൊർട്ടിയ എന്നാണ്. ഓക്കെ, വൺ വേർഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ടൊർട്ടിയ ബ്രെഡ് എടുത്തിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കിയ ഗാർലിക് സോസ് ഫുള്ള് റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് കുറച്ച് ഗാർലിക് ഫ്ലേക്സും റെഡ് ചില്ലി ഫ്ലേക്സ് അഥവാ വറ്റൽമുളക് പൊടിച്ചത്, അതും അതിൻ്റെ കൂടെ കൊറിയൻഡർ ലീവ്സ് അഥവാ മല്ലിയില ഏറ്റവും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഗാർലിക് സോസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് വേണ്ടത് ചിക്കൻ, ക്യുക്കുംബർ, ലെറ്റ്യൂസ് ലീവ്സ്, ബെൽ പെപ്പർ അഥവാ ക്യാപ്സിക്കം. പിന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാനിപ്പം ക്യാപ്സിക്കം വിട്ടുപോയിട്ടുണ്ട്. ആദ്യം തന്നെ ടൊർട്ടിയ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരു ഫോൾഡ് ചെയ്യുക, സെക്കൻഡ് ഫോൾഡ്, തേർഡ് ഫോൾഡ്, ഇങ്ങനെ 3 ഫോൾഡിംഗ് ആണ് വരുന്നത്. അതൊരു കോൺ ഷേപ്പ് പോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. സോ നമുക്കൊന്നും കൂടി കാണാം. നമ്മൾ ടൊർട്ടിയ ബ്രെഡ് വെച്ചു, നമ്മൾ ഗാർലിക് സോസ് തേച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ ഞാൻ കുറച്ച് ഒരു വയലറ്റ് ക്യാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വേണ്ടുള്ളൂ. ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ലെറ്റ്യൂസ് ലീവ്സ്, പിന്നെ കുക്കുംബർ. അതിന് ഗാർലിക് സോസ് നിങ്ങൾക്ക് അതിന് മേലെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പം ഇതിൽ ഫില്ലിങ്സ് ഒക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ചിക്കൻ നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഉപ്പും മുളകും മഞ്ഞളും ഗരം മസാലയൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്തെടുത്ത് വെച്ചതാണ്. അത് മാത്രമേ ഉള്ളൂ നമ്മളൊരു ഫില്ലിങ്സ് തയ്യാറാക്കാൻ നമുക്ക് കുറച്ചൊരു ടൈം ചെയ്യുന്നത്. ബാക്കി ഞാനിതിൽ കുക്കുംബറും ലെറ്റ്യൂസ് ലീവ്സിൻ്റെ മേലെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ വിനെഗർ കുക്കുംബറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മൈക്രോവേവ് ഓവനിൽ 225 ഡിഗ്രി സെൽഷ്യസിൽ 8 to 10 മിനിറ്റ്സ് വെക്കുക. ഇല്ലെങ്കിൽ ഫ്രൈ പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള റാപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.